ഹായ് ഫ്രണ്ട്സ്, പൂക്കളം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു കർവായിട്ടുള്ള ഡിസൈനാണ് വരയ്ക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. ആദ്യം ഒരു സർക്കിൾ വരച്ച് അതിൻ്റെ ഉള്ളിൽ മറ്റൊരു സർക്കിൾ വരച്ച് വളരെ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റിയൊരു ഡിസൈനാണ് ഇത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഡിസൈൻ. ഇത് നമ്മൾ ഉള്ളിലൊരു മറ്റൊരു സർക്കിൾ വരച്ചു. അപ്പോൾ ഇതിൽ കളർ കോമ്പിനേഷനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. താഴോട്ട് ഒരു വര വരച്ചിട്ട് നമ്മളൊരു കർവ്ഡ് ലൈൻ ആ സർക്കിളുമായിട്ട് കണക്ട് ചെയ്ത് വരച്ചു. അപ്പോൾ കളർ കോമ്പിനേഷൻ മാക്സിമം ശ്രദ്ധിച്ച് തന്നെ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ നമ്മൾ വീണ്ടും ഒരു കർവ് വരെയാണ് ഇവിടെ വരച്ചത്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് അവിടെ മുകളിലോട്ടും ഒരു കർവ്ഡ് ലൈൻ വരച്ചു. അപ്പോൾ കളർ കോമ്പിനേഷൻ എത്രയും നല്ലതായിട്ട് നമ്മൾ കൊടുക്കുന്നു അത്രയും ഭംഗിയായിരിക്കും. മാക്സിമം സിമ്മട്രിക്കലായിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. ഇത് കർവായിട്ടുള്ള ഡിസൈനാണ്. ഇതിൽ സിമ്മട്രിക്കല്ല പ്രാധാന്യം, കളർ കോമ്പിനേഷനാണ് പ്രാധാന്യം. ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് മുകളിൽ ആ കർവ് കണക്ട് ചെയ്ത് ഫിഗർ കാണും പോലെ വരച്ചെടുത്തു. ഇനി ബാക്കി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒരു കർവ്ഡ് ലൈൻ നമ്മളിപ്പോൾ വരച്ചിട്ടുണ്ട്. ആ കർവ് ലൈൻ കണക്ട് ചെയ്ത് എവിടേക്കാണ് വരയ്ക്കേണ്ടതെന്ന് നോക്കുക. അതായത് എൻഡ് പോർഷൻ, സർക്കിളിൻ്റെ എൻഡ് പോർഷനിലോട്ട് നമ്മൾ വരച്ചെടുത്തു. അപ്പോൾ ഒരുപാട് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്, പക്ഷേ സിമ്പിളായിട്ട് വരയ്ക്കാനും പറ്റും. ഇനി നമ്മൾ കർവ് ഇങ്ങോട്ട് കണക്ട് ചെയ്ത് വരച്ചു. ഒരുപാട് സമയമില്ല, എന്നാലും പെട്ടെന്ന് തന്നെ വരയ്ക്കാൻ പറ്റും. കർവ് ലൈൻ വീണ്ടും നമ്മൾ കണക്ട് ചെയ്ത് വരച്ചു. അപ്പോൾ ഇനി വീണ്ടും ഒരു കർവ് ലൈൻ വരച്ചു. ഒരുപാട് കർവ്സ് ഫോം ചെയ്യുന്നുണ്ട്, അതായിരിക്കും സമയം എടുക്കുന്നത്. നമുക്ക് എന്തായാലും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ കർവ്ഡ് ലൈൻസ് മാക്സിമം നന്നായിട്ട് വരയ്ക്കാവുന്ന കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി വീണ്ടും ഒരു കർവ്ഡ് ലൈൻ കണക്ട് ചെയ്ത് നമ്മളവിടെ വരച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഡിസൈനാണ് നമുക്ക് കിട്ടിയത്. ഈ ഡിസൈന് മുകളിലോട്ടും കണക്ട് ചെയ്ത് ഒരു കർവ്ഡ് ലൈൻ വരച്ചു. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാം. ഇനിയും ഒരു കർവ്ഡ് ലൈൻ വീണ്ടും വരയ്ക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മൾ ചെറുതായിട്ട് ഒരു കർവ് പോർഷൻ വരച്ച് ഇനി അത് കണക്ട് ചെയ്ത് കർവ് പോർഷൻ കംപ്ലീറ്റ് ചെയ്ത് വരയ്ക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ആ കർവ് പോർഷൻ ഉള്ളിലുള്ള സർക്കിളുമായിട്ട് കണക്ട് ചെയ്ത് കർവ്ഡ് ലൈൻസ് കണക്ട് ചെയ്ത് വരച്ചു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് പോർഷൻസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇനി ഒരു ലൈൻ നമ്മൾ മോഡിൽ സർക്കിളുമായിട്ട് കണക്ട് ചെയ്ത് മോഡിൽ ടോപ്പ് പോർഷനിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ ഞാനൊരു ലൈൻ വരച്ചു. ഒരുപാട് കർവുണ്ട്, അത് നോക്കി വരയ്ക്കുക. ഇനി ലെഫ്റ്റ് സൈഡിൽ ഞാൻ കണക്ട് ചെയ്ത് വീണ്ടും ഒരു കർവ് വരച്ചു. ഈ കർവ് നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് പൂക്കൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു 3D ലുക്കൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ട് കർവ് വരച്ചു. ഒരു ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ സർക്കിളിൽ വരച്ചിട്ടുണ്ട്. ഏറ്റവും വിന്നറായിട്ടുള്ള സർക്കിൾ നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് കണക്ട് ചെയ്ത് ഇപ്പോൾ അതൊരു ബേസ് ഇല്ലാത്തൊരു റെക്റ്റാങ്കിളിൻ്റെ ഷേപ്പ് ഫോം ചെയ്ത് ഇപ്പോൾ നമ്മളൊരു റെക്റ്റാങ്കിളാക്കി തന്നെ എടുത്തു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ സിമ്പിളല്ലേ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മളത് കണക്ട് ചെയ്ത് ഒരു ട്രയാങ്കിൾ പോലെ വരച്ചെടുത്തു. കൈ കൊണ്ട് വരയ്ക്കാൻ പറ്റിയ ഡിസൈനാണ്. കർവ്ഡ് ലൈന് പെട്ടെന്ന് തീരും. താഴെ നമ്മൾ ആ ട്രയാങ്കിൾ കണക്ട് ചെയ്തെടുത്തു. ലെഫ്റ്റ് സൈഡും കണക്ട് ചെയ്തെടുത്തു. കൈ കൊണ്ട് വരയ്ക്കുമ്പോൾ ഈസി ആയിട്ട് കിട്ടും. മറ്റേത് ജോമെട്രിക്കലായിട്ടുള്ള ഡിസൈൻ ആണെങ്കിൽ ഒരുപാട് സിമ്മട്രിക്കലായിട്ട് കിട്ടാൻ ഒരുപാട് സമയം എടുക്കും. പക്ഷേ ഇവിടെ പെട്ടെന്ന് തന്നെ കിട്ടും. ഇനി ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്തു. അകത്തൊരു സ്റ്റാർ പോർഷനായി. ഇനി അവിടെ ഒരു കർവ്, ഏറ്റവും ഉള്ളിലായിട്ടൊരു കർവ് കണക്ട് ചെയ്ത് വരച്ച്. ഓക്കെ, ഏറ്റവും ഉള്ളിലായിട്ട് കർവ് കണക്ട് ചെയ്ത് വരച്ച് വീണ്ടും ആ കർവ് കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. അത് കർവ് വീണ്ടും ജോയിൻ ചെയ്തു വീണ്ടും കണക്ട് ചെയ്ത് വരയ്ക്കേണ്ടതായിട്ടുണ്ട്. കർവ് പോർഷൻ ഇങ്ങനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ എവിടേക്കാണ് പൂവിടേണ്ടത്, അവിടേക്ക് ഏതൊക്കെ കളേഴ്സ് ഇടണം എന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. അപ്പോൾ പൂക്കൾ ഇടുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. കർവ്ഡ് ലൈൻസ് വീണ്ടും കണക്ട് ചെയ്ത് വരച്ചു. വരയ്ക്കുമ്പോൾ അത്ര ഭംഗിയില്ലെങ്കിൽ ഇത് പൂക്കളെ ഇട്ട് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു പൂക്കളായിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.
ഇനിയും ഒരുപാട് നല്ല നല്ല ഡിസൈനുകൾ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം പൂക്കളം ടീം.